ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമുക്ക് കുറേ ക്വറീസ് വരുന്നതാണ്. നമ്മൾ എഫ് ഡി എവിടെ ഇടേണ്ടത്? നിങ്ങൾക്കറിയാം, എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതായത് നമ്മളൊരു എമൗണ്ട് കറക്റ്റായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു എഫ് ഡി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. നിങ്ങൾക്കറിയാം, നോർമലി എല്ലാവരും അറിയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് തന്നെയാണ് ഫിക്സഡ്. എന്ന് വെച്ചാൽ സേഫസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ കുറേ പേര് ബാങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് സൊസൈറ്റിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം, എപ്പോഴും നിങ്ങളൊരു ബാങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ അത് RBI അണ്ടറിൽ വരുന്ന ബാങ്കിലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഇടാം. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റീസെന്റ് കുറേ ഉടായ്പ പരിപാടിയൊക്കെ നടത്തുന്നുണ്ടല്ലേ. വെള്ള ഡ്രസ്സ് എടുത്തവർ അവരൊക്കെ എടുത്തുകൊണ്ട് ബാങ്ക് ഓരോ സൊസൈറ്റിയിൽ നിന്നും ഓരോ എന്താ പറയുക കോപ്പറേറ്റീവ് ബാങ്ക് എന്നൊക്കെ. അപ്പോൾ എപ്പോഴും ഏത് ബാങ്കിലാണോ എഫ് ഡി ഇടുന്നത് ആ ബാങ്ക് RBI അണ്ടറിൽ രജിസ്റ്റേർഡ് ആണോ എന്ന് മാത്രം നോക്കിയിട്ട് എഫ് ഡി ഇടുക കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ പബ്ലിക് ബാങ്കിലോ പ്രൈവറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്കിലോ മാത്രം എഫ് ഡി ഇടാൻ നോക്കുക. മാക്സിമം ഈ സൊസൈറ്റീനൊക്കെ ഇഗ്നോർ ചെയ്യുക. ഒരു കാര്യമില്ല, അവന്മാരിങ്ങനെ കയ്യിൽ നിന്ന് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ എന്ന് പറയാൻ സംശയമാണ്. എല്ലാത്തിലും ഇത് മാനേജ് ചെയ്യുന്നതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ കയ്യിൽ നിന്ന് പിന്നെ ഇപ്പോൾ തന്നെ എത്ര പേരാണ് നമ്മുടെ റീസെൻ്റ്ലി ഇറങ്ങിയ സ്കാമിൽ 60 ലക്ഷവും 70 ലക്ഷം ഒക്കെ കിട്ടാൻ ബാക്കി എഴുതുന്നത്. അവർക്കൊന്നും കിട്ടാൻ എനിക്ക് തോന്നില്ല കിട്ടുന്നു. അപ്പോൾ RBI അണ്ടറിലുള്ള ബാങ്ക് ആണെങ്കിൽ തന്നെ ഓൾറെഡി അവർക്ക് 5 ലക്ഷത്തിൻ്റെ എന്താ പറയുക ഇൻഷുറൻസ് പോളിസിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ആ ബാങ്കിന് സംഭവിച്ചാൽ തന്നെ RBI അണ്ടറിൽ വരുന്ന DICGC എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് സംഭവമൊക്കെ ഉണ്ട്. അവരൊക്കെ നമുക്ക് ആക്ച്വലി അതിൻ്റെ റീഫണ്ടോ അങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ 5 ലക്ഷത്തിൻ്റെ സ്പ്ലിറ്റായി ഓരോ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ലക്ഷം വരെ മാക്സിമം നിങ്ങൾക്ക് ഇൻഷുർഡാണ് ആ നിങ്ങളുടെ എമൗണ്ട്. പിന്നെ പബ്ലിക് ബാങ്കിൽ ഇട്ടാൽ നിങ്ങൾ പറയണ്ടല്ലോ, അല്ലെങ്കിൽ ബാങ്കുകൾ ശരിക്കുള്ള ബാങ്കുകൾ RBI അണ്ടറിലുള്ള മെയിൻ ബാങ്കുകൾ എന്നിട്ട് അത് പൊളിയാണെന്ന് പോകണില്ല. അപ്പോൾ നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻഷുറൻസും ശരിക്കും ആവശ്യമില്ല. ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കിലൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 5 ലക്ഷമായി സ്പ്ലിറ്റായിട്ട് കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഇൻട്രസ്റ്റും കിട്ടും. അതിന് നമുക്ക് 5 ലക്ഷം വരെ ആ എമൗണ്ടിന് നമുക്ക് ഇൻഷുർഡ് ആണ്. അപ്പോൾ നമുക്ക് സേഫ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകളുണ്ട്. ഇസാഫ്, AU ബാങ്ക്, ഇപ്പോൾ എന്താ പറയുക ഉത്കർഷ് ബാങ്ക് എല്ലാം നമുക്കിപ്പോൾ മെയിൻ കേരളത്തിലും ബ്രാഞ്ചസും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ഇട്ടുണ്ട്. ഉജ്ജീവൻ ബാങ്കിലൊക്കെ ഞാൻ എഫ് ഡി ഇടുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ തന്നെ സ്റ്റേബിൾ മണി ത്രൂ ആണ് നമ്മൾ ഇടാറ്. ആക്ച്വലി പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. അപ്പോൾ ഞാൻ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഇതിനെ ആപ്പ് നമുക്ക് iOS-ലും ആൻഡ്രോയിഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടും ആവശ്യമില്ല എഫ് ഡി ഇടാൻ വേണ്ടിയിട്ട്. ഇതുകൂടെ എടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആവശ്യമില്ല. ഡയറക്റ്റ് FD അക്കൗണ്ട് വന്നിട്ട് അവരുടെ ബാങ്കിൽ തന്നെ അത് തുടങ്ങും. അല്ലാണ്ട് ഇവരായിട്ടൊരു ബന്ധമില്ല കേട്ടോ. എല്ലാം ബാങ്കിൽ തന്നെ തുടങ്ങുന്നത്. ഇപ്പോൾ സേഫാണ്, വേറെ ഇഷ്യൂ സംഭവമൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റന്റ് വിഡ്രോവലാണ്. മിക്ക സ്മോൾ ഫിനാൻസ് ബാങ്കുകളും നമുക്ക് വിഡ്രോവലിന് എക്സ്ട്രാ ചാർജുകളോ സംഭവമൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ പബ്ലിക് ബാങ്കുകളൊക്കെ അവർ ഇപ്പോൾ ആ മെച്യൂരിറ്റി പീരീഡ് മുമ്പ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചാർജുകളൊക്കെ പിടിക്കും. അപ്പോൾ ഇതിന് ഒരു 99% സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഈ ചാർജുകൾ പിടിക്കുന്നില്ല. ഇപ്പോൾ AU ബാങ്ക് പിടിക്കുന്നില്ല, കോട്ടക് മഹീന്ദ്ര പിടിക്കുന്നില്ല, അതിനൊന്നും നമുക്ക് ചാർജുകൾ പിടിക്കുന്നില്ല കേട്ടോ. ഉജ്ജീവൻ ബാങ്ക് പിടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉജ്ജീവൻ ബാങ്കിലൊക്കെ ഇട്ടുണ്ട്, AU ബാങ്കിലിട്ടുണ്ട്. നമ്മൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് തന്നെ ഇടാറ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിനും അത്യാവശ്യം നല്ല ഓഫർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പക്ഷേ ഇതിലൊക്കെ ബ്രാഞ്ച് അക്കൗണ്ടുകളുണ്ട്. എനിക്ക് ഉജ്ജീവൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, AU ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. എനിക്ക് ഓൾറെഡി മുമ്പ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൂടെ ചെയ്യുമ്പോൾ ഈസി ആയിരുന്നു. അല്ലാത്തവർക്ക് ആക്ച്വലി ഒരു FD അക്കൗണ്ട് ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേർക്ക് സംശയമാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ FD അക്കൗണ്ട് വേണോ, അല്ലെങ്കിൽ FD ഇടാൻ അക്കൗണ്ട് വേണോ? ഇപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ ഈ എല്ലാ ഒരേ ബാങ്കുകളുടെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ FD ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു സെപ്പറേറ്റ് അക്കൗണ്ടാണ്. ഇപ്പോൾ FD അക്കൗണ്ട് നമ്പർ എന്നിട്ട് വേറെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് നമ്പർ എന്നിട്ട് വേറെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വേറെ അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ എല്ലാത്തിനും അക്കൗണ്ട് നമ്പറും ഉണ്ട്, കസ്റ്റമർ ID ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ആവശ്യമില്ല ഇപ്പോൾ കേട്ടോ. അതുകൊണ്ട് നമ്മൾ പറയാൻ കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ഓഫർ ഉണ്ടെങ്കിൽ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ട്. അത് നോർത്ത് സൈഡിൽ വരുന്ന ഒരു ശരിക്കുള്ള RBI അണ്ടറിൽ വരുന്ന ബാങ്കാണ്. അവർ ആക്ച്വലി 9.5% പെർ ആനം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, 9.5%. ഇതെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി RBI തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് FDക്ക് വലിയ കാര്യമായിട്ട് FD കിട്ടുന്നില്ല ബാങ്കുകൾ. എന്താ വെച്ചാൽ ബാങ്കുകൾ FD ഇട്ടിട്ട് അത് തിരിച്ച് ലോൺ കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തീരെ FD എമൗണ്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല ഡെപ്പോസിറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടായിരിക്കും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് കൂട്ടിയിരുന്നു. അത് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകളൊക്കെ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത് അവരെന്തോ തട്ടിപ്പ് ചെയ്യാനൊന്നല്ല. പക്ഷേ ഇതൊന്നും പെർമനൻറ്റും അല്ല, പ്രൊമോഷണൽ ബേസിസ് ആണ്. ചിലപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ മാറ്റും എമൗണ്ട്. RBI അണ്ടറിൽ വരും. RBI നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ സമയത്ത് അവർ റെപ്പോ റേറ്റ് കുറച്ചു, ചിലപ്പോൾ ഒരു ലോൺ റേറ്റ് കൂട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അത് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ കുറയ്ക്കാനുള്ള ഇതുണ്ട് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ യൂണിറ്റി സൂപ്പർ ഫിനാൻസ് ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് 9% കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 9.5 കൊടുക്കുന്നുണ്ട്. സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 9.1 കൊടുക്കുന്നുണ്ട്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 9.1. ഉത്കർഷൊക്കെ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂരൊക്കെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് 8.75% കൊടുക്കുന്നുണ്ട്. എനിക്ക് ഉജ്ജീവൻ ബാങ്കും എനിക്ക് എൻ്റെ അവിടെ അടുത്തുണ്ട്. ഞാൻ ആക്ച്വലി ഉജ്ജീവൻ ബാങ്കിൽ എനിക്ക് അക്കൗണ്ടും ഉണ്ട്, ഞാൻ FD ഇട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എമൗണ്ട് വേണമെന്നില്ല, ഞാൻ അവരുടെ ആപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഇതിലാണ്, സോറി, എൻ്റെ സെക്കൻഡറി നമ്പറിൽ ഞാൻ അതൊക്കെ ഇട്ടേക്കുന്നത്, മെയിൻ അക്കൗണ്ടിൽ ഇട്ടിട്ടില്ല. ഇവരുടെ ആപ്പും വലിയ കുഴപ്പമില്ലാത്ത ആപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഇതാണ് ഉജ്ജീവൻ്റെ ആപ്പ്. ഞാൻ എമൗണ്ടൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം, ഒരു മിനിറ്റ്. അവരുടെ ഇത് ഏതോ ഓൺലൈൻ തന്നെ അവരുടെ ആപ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ കൂടെ തന്നെ ചെയ്യാം. പക്ഷേ ഇത് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം. ഏതാണ് അവരുടെ ആപ്പ് എന്ന് ഓപ്പൺ ആവുക, നെറ്റ് പണിയുണ്ടോ? ഇപ്പോൾ തന്നെ ഞാൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ മെസ്സേജ് വന്നിട്ടുണ്ട്, ഉജ്ജീവൻ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാ മാസവും നമുക്ക് ക്രെഡിറ്റ് വരും. ഇത് FD ഇൻട്രസ്റ്റ് ആണ്. ഇതോ ഞാൻ കുറേ ടൈപ്പ് ഇങ്ങനെ ചെറിയ എമൗണ്ടാണ് FD എടുക്കുന്നത്. ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഹൈ എമൗണ്ട്, അതായത് ഒരു 2 ലക്ഷത്തിൻ്റെ മുകളിലൊന്നും ഇട്ടില്ല. അപ്പോൾ സ്പ്ലിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോത്തിനും ഇൻഷുറൻസ് കിട്ടും. അതാണ് ബെനിഫിറ്റ്. 5 ലക്ഷം വരെ ഇൻഷുറൻസ് കിട്ടും. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരിക. അതാണ് സേവിങ്സ് അക്കൗണ്ടിലുള്ള ഒരു ഗുണം. അല്ലെങ്കിൽ ആ FDയിലേക്ക് തന്നെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് പേ ഔട്ട് വാങ്ങിക്കാൻ വേണമെങ്കിൽ അത് നമുക്ക് FD തുടങ്ങുമ്പോൾ അതിൽ കാണിക്കിട്ടാം. അപ്പോൾ ഞാൻ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് വാങ്ങിക്കാതെ ചെയ്യുക. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടെ സുഖമായിട്ട് തുടങ്ങാം. ഇപ്പോൾ കുറേ ഓഫർ വന്നിട്ടുണ്ട്. ശ്രീറാം ഫിനാൻസ് 9.7, ബജാജ് ഫിനാൻസ് 8.65, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 7.75, ഇൻഡസ്ഇൻഡ് ബാങ്ക് 8.25. അപ്പോൾ ഇതുപോലെ നമുക്ക് സുഖമായിട്ട് ഈ ആപ്പിൽ കൂടെ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് KYC വേണം, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, മൊബൈൽ നമ്പർ ലിങ്കായിരിക്കണം ആധാറിൽ. വീഡിയോ KYC ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ മാത്രമേ വേണ്ടൂ. നോർമൽ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ തുടങ്ങണം അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടിയാണ് കേട്ടോ. നിങ്ങൾക്ക് കമ്പയറും ചെയ്യാം, എല്ലാ ബാങ്കുകളുടെയും ഡീറ്റെയിൽസ് അതിൽ കാണിക്കും. ഞാൻ വേണമെങ്കിൽ ആപ്പ് കാണിച്ചു തരാം. ആപ്പൊക്കെ ഉണ്ട്. ഇതാണ് സ്റ്റേബിൾ മണിയുടെ ആപ്പ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് പോപ്പുലർ FD എന്നൊക്കെ കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിലെല്ലാത്തിലും കാണിക്കും, എല്ലാ ബാങ്കിൻ്റെയും കാണിക്കും. ഇപ്പോൾ SBI അടക്കം കാണിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഓഫേഴ്സാണ് ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹയസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. ബ്രൈറ്റ്നസ് ഒന്ന് വർക്കിട്ട് കണ്ടോ? ഇതിൽ തന്നെ ഇവിടെ കാണിക്കാണ്ടോ 5 ലക്ഷം വരെ ഇൻഷുറൻസ്, നോ ബാങ്ക് അക്കൗണ്ട് നീഡ്, എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാൻ കണ്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫർ വന്നിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഉജ്ജീവൻ ബാങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉജ്ജീവൻ ബാങ്കിൻ്റെ ഞാൻ മെസ്സേജാണ് ഞാൻ മുമ്പ് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടെ സുഖമായിട്ട് തുടങ്ങാം. ജസ്റ്റ് ആ അക്കൗണ്ട് മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യുക. അതിൽ നിങ്ങൾ KYC ഡീറ്റെയിൽസ് സംഭവം കൊടുക്കുക. പിന്നെ സെലക്ട് ചെയ്യുക, എമൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് ബാങ്ക് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലാണ് പൈസ ഇറക്കുന്നത് അതിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക, FD സ്റ്റാർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും പരിപാടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേബിൾ മണി ആപ്പിനെ കുറിച്ചിട്ട്. അതൊരു പ്രൊമോഷൻ സംഭവമൊന്നുമല്ല, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ നമ്മൾ പറയാം കേട്ടോ. ഞാൻ നോർമലി പ്രൊമോഷൻസ് ഒന്നും എടുക്കാറില്ല. നിങ്ങൾ അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറില്ല. എൻ്റെ മെയിൻ ചാനലിലും ചെയ്യാറില്ല, ഇതിലും ചെയ്യാറില്ല. നമുക്ക് ഇഷ്ടം പോലെ മെയിൽസ് വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മൾട്ടിപ്പിൾ ചാനൽസിൽ നമുക്ക് ഇഷ്ടം പോലെ മെയിൽ വരുന്നുണ്ട്. ഞാൻ നോർമലി പ്രൊമോഷൻസ് എടുക്കാറില്ല. നമ്മൾ നോർമലി ഇതെൻ്റെ മെയിൻ പരിപാടി ഒന്നുമല്ല. ഇതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കുറേ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടു, രാഹുൽ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി, ഇതവിടെ തേജസ്വി കൊളാബറേഷൻ പ്രപ്പോസൽ, എക്സൈറ്റിംഗ് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കുറേ എണ്ണം വരാറില്ല. ഈ പൂജ യാദവ് ഞാൻ നോർമലി ഒന്നും എടുക്കാറില്ല. അത്രയും നല്ല സാധനമാണെങ്കിൽ മാത്രം എടുക്കാറുള്ളൂ. ഇപ്പോൾ കുറേ പേര് ഈ എന്താ പറയുക ഗെയിംസും അങ്ങനെയൊക്കെ, ഗെയിംസൊക്കെ തല്ലിപ്പൊളി ഉടായ്പ പരിപാടിയാണ്. അതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഗൂഗിൾ സമ്മതിക്കാൻ പാടില്ല. അത് കുറേ പേര് അത് ചെയ്യുന്നുണ്ട്. ഏണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉടായ്പ പരിപാടിയാണ്. നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ഉമ്മാർ എടുത്തോളുണ്ട് അറിയാണ്ട് ആപ്പിൽ, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ആപ്പുകൾ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആപ്പുകളൊന്നും iOS ഇല്ലാത്തത്. എന്ന് വെച്ചാൽ iOS കുറച്ചുകൂടി പ്രൈവസി ഇഷ്യൂസ് കുറച്ചുകൂടി ക്ലിയർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആപ്പുകൾക്കൊന്നും അവർക്ക് അവിടെ അപ്രൂവൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആപ്പുകൾ ഫുൾ ആൻഡ്രോയിഡിലുള്ളത്. ഇങ്ങനത്തെ ഉടായ്പ ആപ്പുകൾ നിങ്ങൾ തപ്പി വെക്കുക, അപ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനത്തെ ആപ്പുകൾ എന്നൊക്കെ വന്നിട്ട് കുറേ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗെയിംസുകളൊക്കെ ഈ എന്താ പറയുക, ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു. ഇപ്പോൾ റീസെൻ്റ്ലി ഇതൊക്കെ ഞാൻ കണ്ടത്. ഇപ്പോൾ എന്താണ് ആ ടെക്കി, എന്തൊരു ടെക്കി അങ്ങനെ ഫുൾ അതിൽ ഏതൊരു കാണാം. ഞാൻ കണ്ടിട്ടല്ല, വേറെ ഏതൊരു വീഡിയോ അതിനെ കുറിച്ച് ഇട്ടേക്കണേ ഞാൻ കണ്ടു. എന്താ ഇങ്ങനെ പേരായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കോൺട്രവേഴ്സി ഒക്കെ നടന്നല്ലോ.
അത് അങ്ങേരും ഫുൾ ടൈം ഇതിടുന്നുണ്ട്. പിന്നെ കുറേ ഇതുപോലെ തന്നെ ഡെയിലി വ്ളോഗേഴ്സ് ഇഷ്ടം പോലെ ഈ സാധനം ഗെയിംസിൻ്റെ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി കണ്ടിട്ട് എടുത്താൽ മതി. അവനവനെ റിസർച്ച് സംഭവം ചെയ്തിട്ട് അവനവൻ്റെ കാശാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റിസർച്ച് സംഭവം ചെയ്തിട്ട് അവനവന് എന്താ പറയുക, അതിനെ ഇപ്പോൾ കാശ് കിട്ടുന്നൊക്കെ പറഞ്ഞാൽ കുറേ പേര് ചാടി കയറി വീഴുന്നുണ്ട്. കാശ് കിട്ടുക മാത്രമല്ല, കയ്യിൽ നിന്നുള്ള സാധനം പോയി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പ്രൊമോഷൻ അതുപോലെ കുറെ ഉടായ്പ പരിപാടി ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എന്താണ് പേരൊന്നും കിട്ടുന്നില്ല, കുറേ ട്രേഡിങ് പേജസ് ഒക്കെ പറഞ്ഞൊരു കുറേ പ്രൊമോട്ട് ചെയ്തൊരു മലയാളത്തിലുണ്ടല്ലോ ഏതൊരു കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഉടായ്പകളൊക്കെ ഇപ്പോൾ ചാടാനായിട്ട് മുമ്പ് ആലോചിക്കുക, കാശുള്ളത് പോയി കിട്ടും, നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് പോവും, നമ്മുടെ മെയിൻ ഡീറ്റെയിൽസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രൈവസി പോയി, നമ്മുടെ സെക്യൂരിറ്റി പോയി, നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിനും ചിലപ്പോൾ എന്താ പറയുക സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ആലോചിച്ച് മാത്രം ഇങ്ങനത്തെ ഉടായ്പയിലേക്കൊക്കെ പോയി പെടാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ കാണാം.